Good morning all. Today I am going to discuss about the functional dependency and Armstrong's axioms. So this is the outline of this lecture, definition and the inference rules for functional dependency. So we can consider a relation, or a table consider cheyanengil. Here the attributes are name, register number, age, mark, phone number. Here we have two students, two students with the same name and the register number is different. So that is possible, right? Say different students in a same name, but register number will be different. Upon name register number determine no, it is not possible because same name and register number present. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ നെയിം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കണേ. നോക്കൂ, 101 ഹിസ് രജിസ്റ്റർ നമ്പർ ഇസ് നെയിം ഇസ് റാം, 102 നെയിം ഇസ് അനദർ റാം, 103 നെയിം ഇസ് സാം, 104 it is John, 104 again it is John. See, these are two different details of a same student അല്ലേ. അതായത് രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ കാൻഡിഡേറ്റ് കീ ആണ് അല്ലെങ്കിൽ പ്രൈമറി കീ ആണ്. സോ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ നെയിം ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ടേബിളിൽ ഒരുപാട് ഡിപ്പെൻഡൻസീസ് പ്രസന്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഡിപ്പെൻഡൻസിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയാം. അതായത് ഇവിടെ നമുക്ക് രജിസ്റ്റർ നമ്പർ ഓഫ് എ സ്റ്റുഡന്റ് ക്യാൻ ഡിറ്റർമിൻ ദി നെയിം ഓഫ് എ സ്റ്റുഡന്റ് അല്ലെ. ഒരു രജിസ്റ്റർ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആളുടെ നെയിം ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതുപോലെ സപ്പോസ് ഇഫ് വി ഗെറ്റ് ദി രജിസ്റ്റർ നമ്പർ ഓഫ് എ സ്റ്റുഡന്റ് വി ക്യാൻ ഡിറ്റർമിൻ ദി മാർക്ക് ഓഫ് എ സ്റ്റുഡന്റ്. Isn't it? So these two are possible. These two dependencies are exist in the given relation. But the age of a student can determine mark of a student. In the parnal sheriavo, noku 24 എന്നുള്ള ഏജ് ഉള്ള കുട്ടിയുടെ മാർക്ക് എടുക്കാൻ പറഞ്ഞാൽ we have 83, 45 and 45. അപ്പോൾ നമുക്കത് ഏത് വാല്യൂ ആണ് റിട്രീവ് ചെയ്യാം? more than one tuples will be retrieved. So അത് നമുക്ക് ഇങ്ങനെ ഒരു ഡിപെൻഡൻസി എഴുതാൻ പറ്റില്ല. That is, here it is wrong. അതായത് നമ്മളുടെ ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് അനദർ ആട്രിബ്യൂട്ടിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ആണ് നമ്മൾ പറയാ ദിസ് ആട്രിബ്യൂട്ട് ഈസ് ഫങ്ഷണലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദിസ് ആട്രിബ്യൂട്ട്. ക്ലിയർ ആയല്ലോ? സോ പിന്നെ നമുക്ക് പറയാം, ഇപ്പോൾ ഈ ഒരു ആട്രിബ്യൂട്ട് രജിസ്റ്റർ നമ്പർ ക്യാൻ ഡിറ്റർമിൻ നെയിം എന്ന് പറഞ്ഞാൽ എവിടെയെല്ലാം ഈ രജിസ്റ്റർ നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് യൂണീക് വാല്യൂ മാത്രമേ നെയിമിന് ഉണ്ടാവാൻ പാടുള്ളൂ. ഇത് 101 രജിസ്റ്റർ നമ്പറുള്ള സ്റ്റുഡന്റ് ഓൾവേസ് ഇറ്റ് ഷുഡ് ബി ജോൺ. ഓക്കെ, അതിനെയാണ് ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയാം. അപ്പൊ നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ എ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് എക്സ് ഫങ്ഷണലി ഡിറ്റർമിൻ എ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് വൈ ഇഫ് ദി വാല്യൂ ഓഫ് എക്സ് ഡിറ്റർമിൻസ് എ യൂണീക് വാല്യൂ ഓഫ് വൈ. വി ക്യാൻ റൈറ്റ് രജിസ്റ്റർ നമ്പർ ഓഫ് എ സ്റ്റുഡന്റ് can determine name of a student as an example. So this can be represented as x determines y, where x can be a single attribute or a set of attributes, same as y can be a single attribute or a set of attributes. In the same example, we can write register number and age together can determine mark of a student, isn't it? If register number can determine mark, means register number plus age can also determine the mark of a student. ഇനി നമ്മൾ യൂസസ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണെന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് യൂസ് ടു സ്പെസിഫൈ ദി ഫോർമൽ മെഷേഴ്സ് ഓഫ് ദി ഗുഡ്നെസ് ഓഫ് റിലേഷണൽ ഡിസൈൻ. ഒരു ഗുഡ് ഡാറ്റാബേസ് ഡിസൈനിനെ സ്പെസിഫൈ ചെയ്യാനായിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ആൻഡ് ദീസ് ആർ ദി കീ യൂസ്ഡ് ടു ഡിഫൈൻ ദി നോർമൽ ഫോംസ് ദാറ്റ് വിൽ ബി സീയിങ് ലേറ്റർ. And these are the conditions that are derived from the meaning and interrelationship of a data attributes. ഇത്രയുമാണ് അതിന്റെ യൂസസ് സ്പെസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ ഒന്നും കൂടി നോക്കാം. കൺസിഡർ എ ടേബിൾ ഓർ എ റിലേഷൻ എ ബി സി. These A, B and C are attribute and instance of a relation is also given. Some values or a tuples are also given in the example. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കൂ, ഇവിടെ നമ്മൾ ഏതൊക്കെ ഡിപ്പെൻഡൻസീസ് ആണ് ഹോൾഡ് ചെയ്യുന്നത് നോക്കുകയാണ്. ഫസ്റ്റ് ഞാൻ എടുക്കുകയാണ് എ ഡിറ്റർമിൻസ് ബി എന്നുള്ള ഡിപ്പെൻഡൻസി ഇതിൽ വരുമെന്ന്. എ ഡിറ്റർമിൻസ് ബി എന്ന് വരണമെങ്കിൽ എക്ക് വാല്യൂസ് ഏതൊക്കെയാണോ അതിന്റെ കറസ്പോണ്ടിങ് ബി വാല്യൂസ് ഓൾസോ ഷുഡ് ബി യൂണിക് ഇൻ നേച്ചർ ആയിരിക്കണം. എക്ക് A1 ഉണ്ട്, there are 2 A1. A1 and A1 corresponding to ഇവിടെ B1 ആണെങ്കിൽ here also it should be B1. Then only we can say that A determines B. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ A1ന് കറസ്പോണ്ടിങ് ആയി B1 ഉണ്ട്, B2 ഉണ്ട്. So this is wrong. So this is a wrong functional dependency. It is not valid. When we take B determines C, again look, B1, B1, C1. B1 corresponding to C1 itself. But for B2, it is C2, here it is C1.
So B determines C is also wrong. And if I am taking A determines C, see A1 is repeating, corresponding to here it is C1, here it is C1. Okay, A2, it is C1. A2 is not repeating, so no issues. So A3 is not repeating, so no problem. So A1 determines C is correct. This is a functional, valid functional dependency. A determines C is a valid functional dependency. Same as if we take like AB determines C. So A യും B യും ഒരുമിച്ച് സെയിം വന്നാൽ C യും സെയിം ആയിരിക്കണം. അതാണ് മീനിങ്. സോ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ A1 B1 ഉണ്ട്. A1 B1 ഒരു സ്ഥലത്തും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നോ ഇഷ്യൂസ്. A2 B1 ഉണ്ട്. A2 B1 is also not repeating. Then A3 B2 is also there. It is also not repeating. Then A1 B2. It is also not repeating. So this is a valid functional dependency or this is correct. Okay. ഇങ്ങനെയാണ് നമ്മളൊരു functional dependency valid ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. Now, നമുക്കിപ്പോൾ പറയാം, നമ്മൾ ഈ പറഞ്ഞ അതേ സംഭവം തന്നെ x determines y ഹോൾഡ് ചെയ്യണമെങ്കിൽ whenever two tuples have the same values of x, then there must be having the same value of y. Okay. അതായത് ഒരു xന്റെ ടപ്പിൾ സെയിം ആണെങ്കിൽ yന്റെ ടപ്പിൾസും സെയിം ആയിരിക്കണം. അതാണ് ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ പറയുന്നത്. ദെൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഡയഗ്രാം വെച്ച് കുറച്ച് റിലേഷൻ വരച്ചിട്ടുണ്ടായിരുന്നു, റിലേഷൻസ് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. SSN ഡിറ്റർമിൻസ് ഇ നെയിം, വേർ SSN ഇസ് എ പ്രൈമറി കീ അല്ലേ. അതുപോലെ ഒരു പ്രൊജക്ട് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഡിറ്റർമിൻ പ്രൊജക്ട് ലൊക്കേഷൻ ആൻഡ് പ്രൊജക്ട് നെയിം. സെയിം ആസ് SSN ആൻഡ് പ്രൊജക്ട് നമ്പർ can determine the number of hours. These are some examples of the functional dependencies. Now we are going to see we have three different type of functional dependency. There are trivial, non-trivial and semi-non-trivial. Three types of functional dependencies are trivial, non-trivial and semi-non-trivial. First one, trivial endana. For example, x determines y is trivial. Trivial ennu parayanengil എന്താണ് കണ്ടീഷൻ? ഹിയർ x must be a superset of y, where x is a superset of y. For example, we have the functional dependency AB determines A. This is called a trivial functional dependency because here left side is a superset of right side. Okay, or we can say that AB determines B is a trivial. And AB determines AB, this is also trivial. And A determines B, A determines A, this is trivial. So these are the trivial functional dependency. In the പറഞ്ഞാൽ left side is a superset of right side. Next one, non-trivial functional dependency. Non-trivial functional dependency, that means x determines y is called non-trivial if and only if the intersection of x and y should be equal to null set. We can write x intersection y is equal to null set. For example, A determines B, B determines C. These all are non-trivial functional dependency. Why? Because A intersection B എടുത്തു കഴിഞ്ഞാൽ it is not equal to null. B intersection C എടുത്തു കഴിഞ്ഞാൽ not equal to null. So, ഇങ്ങനത്തെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിനെയാണ് നോൺ ട്രിവിയൽ എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ബി ഡിറ്റർമിൻസ് എ. ഇവിടെ നോക്കൂ, എ ബി ഇന്റർസെക്ഷൻ എ വി വിൽ ഗെറ്റ് ആസ് എ. സോ ദിസ് ഇസ് നോട്ട് എ നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ഇനി തേർഡ് കേസ് ആണ് സെമി നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. സെമി നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കേസിലും വരാത്ത ഫങ്ഷണൽ ഡിപ്പെൻഡൻസിനെയാണ് സെമി നോൺ ട്രിവിയൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അതിന്റെ കേസ് എങ്ങനെയാണ്? എക്സ് ഇന്റർസെക്ഷൻ വൈ നോട്ട് ഈക്വൽ ടു നൾ സെറ്റ് ആൻഡ് എക്സ് ഈസ് നോട്ട് എ സൂപ്പർ സെറ്റ് ഓഫ് വൈ. ഈ രണ്ട് കേസും വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സെമി നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ഫോർ എക്സാമ്പിൾ എ ബി ഡിറ്റർമിൻസ് ബി സി. ഇതെടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് കേസ് നോക്കൂ, എ ബി ഇന്റർസെക്ഷൻ ബി സി എന്താണ്? ഇറ്റ് ഈസ് ബി, ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 5. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ ശരിയായി. ഇനി എ ബി ഈസ് നോട്ട് എ സൂപ്പർ സെറ്റ് ഓഫ് ബി സി, റൈറ്റ്? എ ബി എന്ന് പറയുന്നത് ഒരിക്കലും ബി സിയുടെ സൂപ്പർ സെറ്റ് ആവില്ല. അപ്പൊ ഈ രണ്ട് കേസും വരുന്നതിനെയാണ് സെമി നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയും. ഇനി ബേസ്ഡ് ഓൺ ദാറ്റ് വി ക്യാൻ ഹാവ് സം റൂൾസ് ഓർ ഇൻഫറൻസസ്. ഈ ഇൻഫറൻസസിനെയാണ് നമ്മൾ പറയുന്നത് Armstrong's axioms. ഈ
അതിനെ നമ്മൾ പറയുന്നത് തന്നെയാണ് ഇൻഫറൻസ് റൂൾ ഫോർ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. നമുക്ക് തന്നിരിക്കുന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി റൂൾസ് ഇൻഫർ ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റും, അതാണ് പറയുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ്. ആൻഡ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഈസ് കോൾഡ് റിഫ്ലെക്സീവ്. അതിനുള്ള കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. അതായത് എക്സ് ഡിറ്റർമിൻസ് ഇഫ് വിൽ സേ ഫസ്റ്റ് വൺ ഈസ് റിഫ്ലെക്സീവ്, ദാറ്റ് ഈസ് ഇഫ് എക്സ് ഇസ് എ superset of y, then x determines y. x ഒരു superset of y ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം എ ബി ഇസ് എ superset of a എന്ന് പറഞ്ഞാൽ we can directly write എ ബി determines a. ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അതിൽ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് മീനിങ്. അതായത് എ ബി എയുടെ സൂപ്പർസെറ്റ് ആണ്, അപ്പോൾ എ ബി ഡിറ്റർമിൻസ് എ എന്ന് നമുക്ക് എഴുതാം. അതാണ് ഫസ്റ്റ് റൂൾ, റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി. ഓക്കെ, ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഓഗ്മെന്റേഷൻ. അതായത് ഓഗ്മെന്റേഷനിൽ പറയുന്നത് വി ഹാവ് എ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സ് ഡിറ്റർമിൻസ് വൈ ഉണ്ടെങ്കിൽ വി ക്യാൻ ഹാവ് എക്സ് വൈ ഡിറ്റർമിൻസ് എക്സ് ഡബ്ല്യു ഡിറ്റർമിൻസ് വൈ ആൻഡ് എക്സ് ഡബ്ല്യു ഡിറ്റർമിൻസ് വൈ ഡബ്ല്യു. ഒരു എക്സ് ഡിറ്റർമിൻസ് വൈ എന്നുള്ള ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇതിന്റെ കൂടെ ഓഗ്മെന്റ് ചെയ്തു, ഡബ്ല്യുവിനെ ഓഗ്മെന്റ് ചെയ്തു ലെഫ്റ്റ് സൈഡിൽ. സോ എക്സ് ഡബ്ല്യു ഡിറ്റർമിൻസ് വൈ. ഓഫ് കോഴ്സ് അത് റൈറ്റ് സൈഡിലും കൂടി ഓഗ്മെന്റ് ചെയ്താലും ഈ രണ്ട് ഡിപ്പെൻഡൻസിയും എക്സിസ്റ്റ് ചെയ്യും എന്നാ. അതായത് നമുക്ക് എ ഡിറ്റർമിൻസ് ബി എന്നുള്ളൊരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഹാവ് എ സി ഡിറ്റർമിൻസ് ബി, അത് എഴുതാൻ പറ്റും. എ സി ഡിറ്റർമിൻസ് ബി സി, ഇതും കൂടി നമ്മളുടെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ ആഡ് ചെയ്യാൻ പറ്റും. അതാണ് സെക്കൻഡ് റൂൾ, ഓഗ്മെന്റേഷൻ. ദെൻ തേർഡ് വൺ ഈസ് ട്രാൻസിറ്റീവ്. ദറ്റ് നമ്മൾ എല്ലാ കേസിലും പഠിക്കുന്നതാണ്, സെറ്റിലൊക്കെ വരുന്ന റൂളാണ്. ദറ്റ് മീൻസ് ഇഫ് എക്സ് ഡിറ്റർമിൻസ് വൈ ഇസ് എക്സിസ്റ്റ് ആൻഡ് വൈ ഡിറ്റർമിൻസ് സെഡ് ഇസ് ഓൾസോ എക്സിസ്റ്റ്, ദെൻ വി ക്യാൻ ഡയറക്ട്ലി റൈറ്റ് എക്സ് ഡിറ്റർമിൻസ് സെഡ്. ഈ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ പറയുന്നത് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി. ഇതാണ് മെയിൻ ആയിട്ടുള്ള 3 axioms or inference rules. There are 3 more axioms present. അത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ദീസ് 3 ആർ കോൾഡ് സൗണ്ട് ആൻഡ് കംപ്ലീറ്റ്. ഓക്കെ, ഇനി അതർ 3 ഇൻഫറൻസ് റൂൾസ് പറയുന്നത് ഡീകമ്പോസിഷൻ, യൂണിയൻ ആൻഡ് സ്യൂഡോ ട്രാൻസിറ്റിവിറ്റി. ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇഫ് എക്സ് ഡിറ്റർമിൻസ് വൈ സെഡ് എന്നുള്ള ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് എക്സ് ഡിറ്റർമിൻസ് വൈ ആൻഡ് എക്സ് ഡിറ്റർമിൻസ് സെഡ്. റൈറ്റ് സൈഡിനെ ഡീകമ്പോസ് ചെയ്യാം. ശ്രദ്ധിക്കാം, റൈറ്റ് സൈഡിനെ മാത്രമേ ഇങ്ങനെ ഡീകമ്പോസ് ചെയ്ത് എഴുതാൻ പറ്റുള്ളൂ, ലെഫ്റ്റ് സൈഡിന് ഡീകമ്പോസിഷൻ പോസിബിൾ അല്ല. സോ എക്സ് ഡിറ്റർമിൻസ് വൈ സെഡ് മീൻസ് എക്സ് ഡിറ്റർമിൻസ് വൈ ആൻഡ് എക്സ് ഡിറ്റർമിൻസ് സെഡ്. ഇനി എന്തായിരിക്കും യൂണിയൻ? യൂണിയൻ ഇസ് സെയിം ആസ് ലൈക്ക് ഇഫ് എക്സ് ഡിറ്റർമിൻസ് വൈ ആൻഡ് എക്സ് ഡിറ്റർമിൻസ് സെഡ്. എക്സിനെ വൈനെയും ഡിറ്റർമിൻ ചെയ്യാം, സെഡിനെയും ഡിറ്റർമിൻ ചെയ്യാമെങ്കിൽ വി ക്യാൻ റൈറ്റ് എക്സ് ഡിറ്റർമിൻസ് വൈ സെഡ്. ഓക്കെ, റൈറ്റ് സൈഡിനെ കമ്പൈൻ ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് രണ്ടും തിരിച്ച്, യൂണിയൻ, ഡീകമ്പോസിഷൻ. ഓക്കെ, ഇത് രണ്ടാണ് നെക്സ്റ്റ് 2 റൂൾസ് വരുന്നത്. ഇനി ലാസ്റ്റ് റൂൾ പറയുന്നത് സ്യൂഡോ. ഓക്കെ, സ്യൂഡോ ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് സി വി ഹാവ് ട്രാൻസിറ്റിവിറ്റി റൂൾ. വി നോ ദാറ്റ് എക്സ് ഡിറ്റർമിൻസ് വൈ ആൻഡ് വൈ ഡിറ്റർമിൻസ് സെഡ്, then we can have x determines z. This is transitivity that we all know. So pseudo transitivity means x determines y and yw determines z, then we can have xw determines z. So if we have x determine y and yw determines z, then we can have xw determines z. This is called pseudo transitivity. So these are the some axioms present in the functional dependency. So functional dependency and different inference rules or axioms are discussed here. So I think it is clear for all. Thank you.